നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രജനി. കലയുടെ കേളികെട്ടുയർന്നിരിക്കുകയാണ് തലസ്ഥാനത്ത്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അനന്തപുരിയിൽ കലാമാമാങ്കത്തിന് തുടക്കം. അതിജീവനത്തിന്റെ കരുത്തായി വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ സംഘനൃത്തം. കലാമത്സരങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. നിറക്കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ജനം വാർത്താ സംഘം. മേൽവസ്ത്ര വിവാദത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ആചാരങ്ങൾ പാലിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി. ആചാരങ്ങൾ മാറ്റണമോ എന്ന് തീരുമാനിക്കേണ്ടത് തന്ത്രിയെന്നും ഗണേഷ് കുമാർ. സനാതനധർമ്മം അശ്ലീലമെന്ന് എം.വി. ഗോവിന്ദൻ. കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെയും ഭാരത സംസ്കാരത്തെയുമാണ് ഗോവിന്ദൻ അപമാനിച്ചതെന്നും കേസെടുക്കണമെന്നും കെ. സുരേന്ദ്രൻ. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ തുലനം ചെയ്ത് ജി. സുധാകരൻ. CH കണാറിന് തുല്യമായി ഒരു പാർട്ടി സെക്രട്ടറിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു ശുപാർശയ്ക്കും വഴങ്ങിയിട്ടില്ലെന്നും ജി. സുധാകരൻ. മന്ത്രി OR കേളുവിന്റെ പൈലറ്റ് വാഹനത്തിന് വഴി മാറ്റിക്കൊടുക്കാത്തതിന് സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ കേസ്. കേളകം പോലീസ് കേസെടുത്തത് കണ്ണൂർ താലൂക്ക് സർവേയർ പ്രീത വർഗീസിനും മകനുമെതിരെ. സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും തടസ്സപ്പെട്ടു. ഈ പോസ്റ്റ് മെഷീൻ തകരാറിൽ NIC-യുമായി ബന്ധപ്പെട്ട തകരാർ പരിഹരിക്കാൻ ശ്രമം. തലസ്ഥാനത്ത് പോലീസിന്റെ പിന്തുണയോടെ നടു റോഡിൽ സ്റ്റേജ്. വേദി നിർമ്മിച്ചത് ബാലരാമപുരം പഞ്ചായത്തിന്റെ പരിപാടിക്കായി. ഉദ്ഘാടകനായി എത്തിയത് തിരുവനന്തപുരം റൂറൽ SP. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് തിങ്കളാഴ്ച. ഹർജി നൽകിയത് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ. സിഡ്നി ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. ഒന്നാം ഇന്നിംഗ്സിൽ 4 റൺസ് ലീഡ് നേടി ഇന്ത്യ. രണ്ടാം ഇന്നിംഗ്സിൽ 6-ന് 141 റൺസുമായി പൊരുതുന്നു. കലോത്സവ വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. തിരുവനന്തപുരം. ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. കലാമത്സരങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 5 ഗോത്രകലകൾ ഉൾപ്പെടുത്തുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂൾ കാലം കഴിഞ്ഞാൽ കലാപ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ വിവിധ വേദികളിൽ മത്സരം പുരോഗമിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യത്തിലേക്ക്. किम तक जे जे जकन्नम जक जकन्नम किम जक जे जे तकिन्नम जे जे दिकिन्नम तकिन्नम दिकिन्नम किडदक तरिकिडतुम तकिन्नम दिकिन्नम किडदक तरिकिडतुम किडदक तरिकिडतुम तकिन्नम दिकिन्नम किडदक तरिकिडतुम किडदक तरिकिडतुम किडदक तरिकिडतुम आळ कोल्ल वेंडुम अय्यने आळी
ஐயனே அழி கையனே ஆட்கொள்ள வேண்டும் ஐயனே அழி கையனே ஆட்கொள்ள வேண்டும் ஐயனே அழி கையனே ஆட்கொள்ள வேண்டும் ஐயனே அழி கையனே வாட்டும் மையல் நோய் கொண்டே வாரதவளருள் 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 வாட்டும் மையல் நோய் கொண்டே வரதவளருள் வாட்டும் மையல் நோய் கொண்டே தக்கத்தும் தக்கத்தின குச்சி குத்தங் கிடதக தரி கிடதக தச்சும் தக்கச்சும் கிட்டச்சும் மாதவ மதுசூதன தக்கச்சும் கிட்டச்சும் தரி கிடச்சும் ஆதி புருஷ கேசவ தச்சம் தக்கச்சும் கிடச்சும் தரி தத தக்கத்தின தக்கச்சும் கிடச்சும் தரி கிடச்சும் சரி தத தக்கத்தின தச்சம் தக்கச்சும் கிடச்சும் தங் கிடதக திங் கிடதக த திங் கிட்ட தொங்க தகிட்ட திங்க த திங் கிட்ட தொங்க தகிட்ட திங்க த கிட்ட திங்க த திங் கிட்ட தொங்க தகிட்ட திங்க த கிட்ட திங்க த கிட்ட திங் திங் நத்தும் 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 கிடதும் சூடி தந்த மாலையை சூட்டி கொண்ட கோவிந்தா 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 சூடி தந்த மாலையை ഇനി 5 നാൾ കലാമേളകൾ തന്നെയാണ് അനന്തപുരിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഇപ്പോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ടിൻഡു ദാസ് ഉണ്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും. ടിൻഡു, 8 വർഷങ്ങൾക്ക് ശേഷം അനന്തപുരി വീണ്ടും ഒരു കലാമേളയ്ക്ക് ആവേശം പകരുന്ന കാഴ്ചകൾക്ക് ഒരുങ്ങുക തന്നെയാണ്. മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ടിൻഡു നിൽക്കുന്നത് കോട്ടൺ ഹിൽ സ്കൂളിലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? രജനി, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഇത് കല്ലടയാറെന്നാണ് ഈ വേദിയുടെ പേര്. വേദി നമ്പർ 9 ആണ്. വേദി നമ്പർ 9 ഹൈസ്കൂൾ വിഭാഗത്തിന്റെ കഥകളി മത്സരമാണ് പുരോഗമിക്കുന്നത്. വലിയ ആരവമൊന്നും നമുക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ പങ്കുവയ്ക്കാൻ സാധിക്കില്ല എങ്കിലും ആ കഥകളിയെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ കഥകളിയെ സ്നേഹിക്കുന്നവർ കഥകളിയെ തപസ്യാക്കി സ്വീകരിച്ചു പോകുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടും വളരെ ആസ്വാദനത്തോടു കൂടി തന്നെ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കഥകളി ആസ്വദിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. HS വിഭാഗത്തിന്റെ കഥകളിയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടി തന്നെ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെറ്റ് മത്സരം അവസാനിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് അടുത്ത മത്സരങ്ങൾ പുരോഗമിക്കുക. എന്തായാലും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു കലോത്സവ കലാരംഭം
എന്ന വേദിയിൽ നിന്നുമാണ് ഞാൻ അല്പസമയം മുമ്പ് പുറത്ത് വന്നത്. അവിടെയും എക്സസ് വിഭാഗത്തിന്റെ ദേശഭക്തിഗാന മത്സരമാണ് പുരോഗമിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കോട്ടൺ ഹിൽ സ്കൂളിൽ കഥകളി മത്സരം പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ സ്റ്റേജുകളിൽ ഇതോടൊപ്പം തന്നെ മത്സരങ്ങൾ ആഘോഷം അല്ലെങ്കിൽ മത്സരങ്ങൾ ആരംഭത്തോടു കൂടി തന്നെ നടക്കുന്നുണ്ട്. ഈ കഥകളിയെ പറ്റി നമുക്ക് വളരെ ആനുകാലികമായിട്ട് അല്ലെങ്കിൽ കഥകളിയെ പറ്റി കഥകളിയുടെ ആഴത്തിൽ ഇറങ്ങി പറയാൻ അറിയില്ലെങ്കിൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്ന വേദിയിൽ കഥകളി അവസാന പദം പൊട്ടിക്കേറുകയാണ്. അപ്പോൾ അവിടെ കാഴ്ചക്കാരെല്ലാം അതായത് അതിനെപ്പറ്റി അറിയാവുന്നവർ അല്ലെങ്കിൽ അതിനെ കഥകളിയിൽ മത്സരിക്കുന്നവർ അവരൊക്കെ വളരെ ക്ഷമയോടുകൂടി നല്ല രീതിയിൽ കഥകളി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ കോട്ടൺ ഹിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എല്ലാ കാലവും വാർത്തയിൽ പ്രധാനമായിട്ട് വരുന്ന സ്കൂൾ തന്നെയാണ്. അപ്പോൾ വരും ദിവസങ്ങൾ വരുന്ന 4 ദിവസം വളരെ ആഘോഷമായിരിക്കും. സ്കൂളും മത്സരവും കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ സ്റ്റേജ് കുളമ്പ് അല്ലെങ്കിൽ സ്റ്റേജ് തകർക്കുന്ന രീതിയിലുള്ള പ്രാക്ടീസുകളൊക്കെ മറ്റുമാണ് നടന്നത്. എന്നാലും അടുത്ത ദിവസങ്ങളിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള മത്സരങ്ങൾ വളരെ ആവേശജനമായ മത്സരങ്ങൾ നമുക്ക് കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് പങ്കുവയ്ക്കാൻ സാധിക്കും. അപ്പോൾ ശരി ടിൻഡു, എന്തായാലും കഥകളി മത്സരം പുരോഗമിക്കുക തന്നെയാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ. ഇനി ഈ വർഷത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്ന ഗോത്ര കലകളെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ മംഗലം കളി ഹൈസ്കൂൾ വിഭാഗം SNHS പുല്ലുംകുളം നോർത്ത് പരവൂറാണ് അവതരിപ്പിക്കുന്നത്. അതിലേക്ക്
63ാമത് സംസ്ഥാന സ്കൂൾ ഉത്സവം വേദികൾ ഉണർന്നിരിക്കുകയാണ്. ആവേശപ്പൊടിപൂരം തന്നെയാണ് ഇനിയുള്ള 5 ദിവസങ്ങൾ. അനന്തപുരിക്ക് കലയുടെ ദിനരാത്രങ്ങൾ സമ്മാനിക്കാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. പ്രധാന വേദിയായ MT നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തേത് അതിജീവനത്തിന്റെ നേർസാക്ഷ്യമായ കലോത്സവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതോടെ 25 വേദികളും ഉണർന്നു. ഇത്തവണത്തെ കലോത്സവം അതിജീവനത്തിന്റെ നേർസാക്ഷ്യമാണെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗ മധ്യേ ചൂണ്ടിക്കാട്ടി. കലാമേള നന്മ കൂടി ഉയർത്തുന്നതാകണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല GHSലെ വിദ്യാർത്ഥികൾ ഇന്ന് ഈ വേദിയിൽ സംഘനൃത്തം അവതരിപ്പിക്കുകയാണ്. ആ നിലയ്ക്ക് കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി. വിജയമല്ല പങ്കെടുക്കൽ പ്രധാനമെന്ന വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മത്സരം അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടേതല്ലെന്നും മന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിനായി എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് വിജയമല്ല പങ്കെടുക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ആരോഗ്യകരമായ മത്സരമാണ് അങ്ങനെ ഇവിടെ നടത്തേണ്ടത്. പരസ്പര ബഹുമാനവും സ്നേഹവും അച്ചടക്കവും വേണം. ഇത് കലാധ്യാപകരുടെ മത്സരമല്ല, രക്ഷകർത്താക്കളുടെ മത്സരമല്ല, നമ്മുടെ കുട്ടികളുടെ മത്സരമാണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 5 നാൾ നീളുന്ന കൗമാര കലാമേളയിൽ അനന്തപുരി ആവേശഭരിതമാകും. കാൽവിളക്കിൽ തെളിഞ്ഞ അഗ്നിനാളങ്ങൾ പോലെ അനന്തപുരി ഇനി ശോഭിക്കും. കാടിറങ്ങി വന്നവള് കാട്ടുചോല പെണ്ണിവള് കോടമഞ്ഞിൻ കമ്പിളി ചുറ്റിയ കാട്ടുകണ്ണി പെണ്ണിവള്. ടീം ജനം, തിരുവനന്തപുരം. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി സഹകരിക്കുമെന്ന് സർക്കാർ ഡോക്ടർമാർ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 25 വേദികളിലെയും സേവനം സർക്കാർ ഡോക്ടർമാർ ബഹിഷ്കരിച്ചത് വിവാദമായിരുന്നു. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ വേദികളിലെ വൈദ്യസേവനത്തിന് ബദൽ സംവിധാനം ഒരുക്കിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. മറ്റു വാർത്തകൾ നോക്കാം. സനാതനധർമ്മത്തെ അധിക്ഷേപിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സനാതനധർമ്മം മനുസ്മൃതിയാണ്, അത് അശ്ലീലമാണ്. കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. അത് വെറുതെ പറഞ്ഞൊരു നമ്പറല്ല. 430 വരെ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മൗലികമായി ഭേദഗതി ചെയ്യണം. എങ്ങനെയാണ് ഭേദഗതി ചെയ്യുക? സനാതന ധർമ്മത്തെ പറ്റി ഇപ്പോൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. ചർച്ച ചെയ്യണം. കേരളത്തിൽ സനാതന ധർമ്മത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ എന്തോ അപകടം വരുന്ന ഒരു ധിക്കാരണയും വേണ്ട. മുഖ്യമന്ത്രി കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ശിവഗിരി തന്നെ, മറ്റെവിടെയല്ല. അതിന്റെ കൃത്യമായ അർത്ഥം മനുസ്മൃതി അധിഷ്ഠിതമായ ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. അതാവണമെന്ന് പറയാം. അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഒരു അശ്ലീലമാണ്. സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ കേസ് എടുക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളെയും ഭാരത സംസ്കാരത്തെയുമാണ് ഗോവിന്ദൻ അപമാനിച്ചത്. സനാതനധർമ്മത്തിനെതിരായ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഗോവിന്ദന്റെ പ്രസ്താവനയും ഒരേ ദിശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. വിവാദ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ആചാരങ്ങൾ പാലിക്കുന്നവർ മാത്രം ക്ഷേത്രങ്ങളിൽ പോയാൽ മതി. ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരമുണ്ട്. അത് മാറ്റണമോ എന്ന് തീരുമാനിക്കേണ്ടത് തന്ത്രിയാണെന്നും KB ഗണേഷ് കുമാർ പറഞ്ഞു. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ
ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരമനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത്, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി. അതൊക്കെ ഓരോ മതത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്, ഓരോ സമുദായത്തിന് അതിൻ്റെ ആചാരങ്ങളുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചർച്ചിൽ, ഒരു പള്ളിയിൽ, മോസ്കിലേക്ക് ചെല്ലുമ്പോൾ ആ മോസ്കിൽ നിലവിലുള്ള ആചാരങ്ങൾ മാനിക്കാനും അനുസരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഇത് പറ്റുന്നത്. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങളെന്ന് മാത്രമല്ല ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകണ്ടായിരിക്കും. നൃത്തപരിപാടിക്കിടെ സ്റ്റേഡിയം വിട്ടു നൽകിയ വിവാദത്തിൽ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തുടരുകയാണ്. അനധികൃത ഇടപെടൽ നടത്തിയെന്ന ആരോപണത്തിൽ സ്വയം പ്രതിരോധിച്ച് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം നൃത്തപരിപാടിക്ക് അനുമതി നൽകിയത് GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാറും പറഞ്ഞു. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, സ്വയം പ്രതിരോധിക്കുന്നുണ്ട് GCDA ചെയർമാനൊപ്പം ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള നേരത്തെ പറഞ്ഞ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് മേയറും ചെയ്യുന്നത്. യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? നേരത്തെ ഈ GCDA ചെയർമാൻ ചന്ദ്രൻപിള്ളയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സംഘർഷത്തിൽ തന്നെയാണ് അവസാനിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇതുമായി ബന്ധപ്പെട്ട GCDAയുടെ എക്സിക്യൂട്ടീവ് യോഗം തുടരുകയാണ്. GCDA ചെയർമാൻ ചന്ദ്രൻപിള്ള, ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങളായ മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ ഉൾപ്പെടെയുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. കൃത്യമായി തന്നെ ഇതിന്റെ കുറ്റങ്ങൾ പരസ്പരം പഴിചാരുന്ന ഒരു നിലപാടിലേക്കാണ് കോർപ്പറേഷനും GCDAയും എല്ലാം തന്നെ പോകുന്നത്. GCDA ചെയർമാൻ വ്യക്തമാക്കുന്നത് GCDAയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന കാര്യമാണ്. മറ്റ് കാര്യങ്ങൾക്ക്, കായികേതര ഇനങ്ങൾക്ക് വാടകയ്ക്ക് നൽകാൻ പാടില്ല എന്നൊരു നിബന്ധന ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും അത്തരത്തിൽ കായികേതര ഇനങ്ങൾക്ക് വാടകയ്ക്ക് നൽകുകയും ചെയ്യുമെന്ന കാര്യമാണ്. സേഫ്റ്റി പ്രോട്ടോകോൾ കൊണ്ടുവരും. പരിപാടിക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ അനുമതി ലഭിച്ചിരുന്നു. നിരവധി തവണ കൊച്ചി കോർപ്പറേഷൻ മേയർ ഇതിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്കായി ബന്ധപ്പെട്ടിരുന്നു സംഘാടകർ. എന്നാൽ സംഘാടകർ നിരവധി തവണ ബന്ധപ്പെട്ടിട്ടും മേയറെ കാണാൻ കഴിയാതിരുന്ന പശ്ചാത്തലത്തിലാണ് താൻ മേയറെ വിളിച്ചത് എന്നും ചന്ദ്രൻപിള്ള GCDA ചെയർമാൻ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് GCDA ചെയർമാനെതിരെ ആരോപണങ്ങൾ ശക്തമായിരുന്നു, പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം തന്നെ GCDA ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് GCDA ചെയർമാനെതിരെ വിജിലൻസിൽ നിലവിൽ പരാതി ലഭിച്ചിരിക്കുകയാണ്. ചെയർമാൻ നേരിട്ട് നടത്തിയ സമ്മർദ്ദങ്ങളുടെയും ചെയർമാന്റെ സ്വന്തം താല്പര്യങ്ങളും അനുസരിച്ചാണ് കലൂർ സ്റ്റേഡിയത്തിൽ മെഗാ നൃത്ത പരിപാടിക്ക് അനുമതി ലഭിച്ചത് എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ അവിടെ നൃത്ത പരിപാടിക്ക് അനുമതി നൽകുന്നതിനെ എതിർത്തിരുന്നു. മറ്റു പരിപാടികൾക്ക് നൽകുമ്പോൾ, കായിക ഇനങ്ങൾ നടക്കുമ്പോൾ മറ്റു പരിപാടികൾക്ക് അവിടെ നൽകുന്നത് ഗ്രൗണ്ട് തകർക്കുന്നതിനും ഗ്രൗണ്ട് നശിപ്പിക്കുന്നതിനും കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഉദ്യോഗസ്ഥർ എതിർത്തത്. എന്നാൽ ചന്ദ്രൻപിള്ള നേരിട്ട് ആണ് അനുമതി നൽകിയത്. മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അനുമതി ലഭിക്കാതായതോടുകൂടി ചെയർമാനെ തന്നെ നേരിട്ട് കണ്ടു. അങ്ങനെ ചെയർമാൻ തന്നെയാണ് വാടക നിശ്ചയിച്ചത് എന്ന പരാതിയാണ്. ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള പരാതി വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് പ്രതികരണമായി GCDA ചെയർമാൻ ചൂണ്ടിക്കാണിച്ചത് വിജിലൻസിന്റെ അന്വേഷണം നടക്കട്ടെ, എങ്കിൽ വിവരങ്ങൾ അതനുസരിച്ച് പുറത്തു വരട്ടെ, തന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടില്ല എന്നാണ്. ഒപ്പം തന്നെ മേയർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ താൻ അറിഞ്ഞിരുന്നില്ല. അനുമതി നൽകിയതിൽ തനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. മാത്രമല്ല, ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കഴിഞ്ഞ തവണ ചേർന്ന ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തു എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല എന്ന കാര്യമാണ് മേയർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് GCDA പരിശോധിക്കട്ടെ എന്നും മേയറും ആവർത്തിക്കുകയും ചെയ്യുന്നു. ശരി, എന്തായാലും നൃത്ത പരിപാടിക്ക് സ്റ്റേഡിയം വിട്ട് നൽകിയ വിവാദത്തിൽ GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതേ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. കലൂർ സ്റ്റേഡിയം മൃദംഗവിഷന്റെ നൃത്ത പരിപാടിക്ക് വിട്ടു നൽകിയതിൽ GCDA ചെയർമാൻ ചന്ദ്രൻപിള്ളയ്ക്കിടെ ഇടപെടലെന്ന ആരോപണം ശക്തമാവുകയാണ്. സ്റ്റേഡിയം വാടകയ്ക്ക് നൽകിയതിലെ അഴിമതി ചൂണ്ടിക്കാട്ടി ചന്ദ്രൻപിള്ളയ്ക്കെതിരെ വിജിലൻസിൽ പരാതി നൽകി. എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ തീരുമാനം മറികടന്നാണ് ചെയർമാൻ സ്റ്റേഡിയം വിട്ടു നൽകിയെന്നാണ് പറയുന്നത്.
മൃദംഗ വിഷ്ണു മെഗാ മരുന്നുനാട്യം പരിപാടിക്ക് കലൂർ സ്റ്റേഡിയം വിട്ടു നൽകിയതിനെ ഉദ്യോഗസ്ഥർ എതിർത്തിരുന്നു. ISL മത്സരങ്ങൾ നടക്കുന്നതിനാൽ മറ്റു പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടു നൽകരുതെന്നായിരുന്നു ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. നൃത്ത പരിപാടിക്ക് അനുമതി ലഭിക്കില്ലെന്ന് വ്യക്തമായതോടെ സംഘാടകർ GCD ചെയർമാൻ K. ചന്ദ്രൻപിള്ളയെ സമീപിച്ച് നേരിട്ട് അനുമതി വാങ്ങിയെടുത്തെന്നാണ് ആരോപണം. ഡെപ്പോസിറ്റ് തുകയായ 5 ലക്ഷം രൂപയും വാടകയായി 9 ലക്ഷം രൂപയും നിശ്ചയിച്ചതും K. ചന്ദ്രൻപിള്ളയാണ്. കായികേതര പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടു നൽകരുതെന്നും ഫിഫ നിലവാരം നിലനിർത്തണമെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നു. എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ തീരുമാനം മറികടന്നായിരുന്നു സ്റ്റേഡിയം വിട്ടു നൽകിയത്. GCDയുടെ എല്ലാ ചട്ടങ്ങളും മറികടന്ന് ചെയർമാനും ചില ഉദ്യോഗസ്ഥരും കൂടി സ്റ്റേഡിയം വാടകയ്ക്ക് നൽകിയതിൽ വരുമാന തട്ടിപ്പ്, ഗൂഢാലോചന, വൻ സാമ്പത്തിക തട്ടിപ്പിലൂടെയുള്ള അഴിമതി എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കടവന്ത്ര സ്വദേശി ചെഷേർ ടാർസൻ പരാതി നൽകിയത്. പരിപാടി നടത്തുന്നതിനാവശ്യമായ എല്ലാ അനുമതികളും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ അനുമതി ലഭിക്കുകയുള്ളൂവെന്നും സുരക്ഷ ഉറപ്പാക്കേണ്ടത് സംഘാടകരുടെ ഉത്തരവാദിത്തമാണെന്നും വാടകയ്ക്ക് അനുവദിച്ചുള്ള ഉത്തരവിലുണ്ട്. എന്നാൽ നിബന്ധനകളിലെല്ലാം സംഘാടകർ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ G. സുധാകരൻ. CH കണാറിന് തുല്യമായി ഒരു പാർട്ടി സെക്രട്ടറിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് G. സുധാകരൻ. മലബാറുകാരനാണെങ്കിലും തിരുവിതാംകൂറുകാരോടാണ് ഇഷ്ടമായിരുന്നു. ഒരു ശുപാർശയ്ക്കും വഴങ്ങില്ലെന്നും കപ്പലണ്ടിയും ചായയും വാങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ലെന്നും G. സുധാകരൻ പറഞ്ഞു. നിഷ ദിലീപ് ഉണ്ട് ആലപ്പുഴയിൽ നിന്നും. നിഷ, G. സുധാകരൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തന്നെ CPM-നെതിരെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒളിയമ്പ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ CPM സംസ്ഥാന സെക്രട്ടറിക്ക് എതിരെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കാം ഇതിൽ പിന്നിൽ ഉണ്ടാകാൻ പോകുന്നത്? രജനി, ആറാട്ടുപുഴ വേലായുധ പണിക്കർ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ ഉദ്ഘാടകനായി എത്തിയതായിരുന്നു G. സുധാകരൻ. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം CPM സംസ്ഥാന സെക്രട്ടറിക്ക് കൂടി കൊള്ളുന്ന രീതിയിൽ ഒരു ഒളിയമ്പ് എന്ന് തന്നെ നമുക്ക് പറയാം, ആ രീതിയിൽ സംസാരിച്ചത്. 62 വർഷമായി താൻ CPM അംഗമാണ്. 16 വയസ്സ് മുതൽ CPM അംഗത്വം എടുത്ത ആളാണ്. സാധാരണ 18 വയസ്സാണ്. പക്ഷെ തനിക്ക് 16 വയസ്സിൽ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സാറുമാർ കൊണ്ടുപോയി അംഗത്വം എടുപ്പിച്ചതാണ് എന്ന് പറഞ്ഞാണ് G. സുധാകരൻ സംസാരം തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, CH കണാരനെ പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് താനൊക്കെ ഈ സ്ഥാനത്തേക്ക് വന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു പാർട്ടി സെക്രട്ടറി പിന്നീട് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ സംസാരം. ഒരു ശുപാർശയ്ക്കും അദ്ദേഹം വഴങ്ങില്ല. അതുപോലെ തന്നെ കപ്പലണ്ടിയും ചായയും ഒന്ന് വാങ്ങിക്കൊടുത്ത് ആരും ശുപാർശയ്ക്ക് പോകേണ്ട കാര്യമില്ല. അത്തരത്തിലുള്ള ഒരാളൊന്നും ആയിരുന്നില്ല CH കണാറിനെ പോലുള്ള ആളുകൾ. മലബാറുകാരനായിരുന്നെങ്കിലും തിരുവിതാംകൂറിനോടും അദ്ദേഹത്തിന് പ്രിയമുണ്ടായിരുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ തന്നെ പോലുള്ള അവർക്കൊന്നും രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോലും കഴിയില്ലായിരുന്നു. അങ്ങനെ പോകുന്നു സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ. എന്തായാലും ഇപ്പോഴത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കൂടി കൊള്ളുന്ന രീതിയിൽ തന്നെയായിരുന്നു G. സുധാകരന്റെ പ്രസംഗം മുന്നോട്ട് പോയത്. താനൊക്കെ വന്ന കാലത്ത് P. സുന്ദരയെയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ ആയിരുന്നു ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോഴുള്ള നേതാക്കന്മാർ ആരും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരാരും പണ്ട് ഉള്ള ആളുകളെ പോലെ വരില്ല എന്നാണ് സുധാകരൻ പറഞ്ഞു വെച്ചത്. രജനി, നിഷ, ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഇവർക്ക് കഴിവില്ല എന്നുകൂടെയുള്ളൊരു കാര്യം തന്നെയല്ലേ സുധാകരൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നതും? രജനി, അങ്ങനെ തന്നെയാണ്. രജനി പറഞ്ഞതുപോലെ തന്നെ കുറെ നാളുകളായി G. സുധാകരൻ ഇതുപോലുള്ള ആലപ്പുഴയിൽ നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ആ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ CPM-ന്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരെ ഒളിയമ്പുകൾ ചെയ്യാറുമുണ്ട്. അങ്ങനെ ഇന്ന് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, താൻ പാർട്ടിയിലേക്ക് വന്ന സമയത്തെ കാര്യം അദ്ദേഹം ഓർമ്മിച്ചതാണ്. അപ്പോഴാണ് സുന്ദരയുടെയും CH കണാറിന്റെയും ഒക്കെ പേരുകൾ എടുത്ത് ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഇപ്പോഴത്തെ നേതാക്കന്മാരുമായി താരതമ്യം ചെയ്തത്. രജനി, ശരി, എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് ഇപ്പോൾ G. സുധാകരൻ ഒളിയമ്പുമായിട്ട് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹം ഈ ഒരു നിലപാട് തുടരുക തന്നെയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വരെ അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് CPM-ന്റെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ ഉന്നയിച്ചിരുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BJP 29 അംഗ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ പർവേഷ് വർമ്മ മത്സരിക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ? ഏതൊക്കെയാണ് വിവരങ്ങൾ?
രജനി, അല്പസമയം മുൻപാണ് BJPയുടെ ദേശീയ നേതൃത്വം അടുത്ത മാസം ആദ്യം നടക്കാൻ പോകുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കഴിഞ്ഞ ദിവസം ചേർന്ന് ഡൽഹി ഘടകം അയച്ച പട്ടിക സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ 29 അംഗ ആദ്യഘട്ട പട്ടിക BJP ദേശീയ നേതൃത്വം പുറത്തിറക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായ സ്ഥാനാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ന്യൂഡൽഹി മണ്ഡലത്തിൽ പർവേഷ് വർമ്മ മത്സരിക്കുകയാണ്. നമുക്കറിയാം ന്യൂഡൽഹി മണ്ഡലം ശ്രദ്ധേയമാകുന്നത് ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്നാണ്. അരവിന്ദ് കെജ്രിവാളിന് ശക്തമായ സ്ഥാനാർത്ഥിയെ BJP എതിർവശത്ത് നിർത്തി എന്നതാണ് വളരെ ശ്രദ്ധേയം. പർവേഷ് വർമ്മ അദ്ദേഹം ഡൽഹി രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന BJPയുടെ ഒരു മുഖമാണ്. വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള MP ആയിരുന്നു. ഡൽഹിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ലോക്സഭയിലേക്ക് വിജയിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് പർവേഷ് വർമ്മ. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ കൂടിയാണ്. എന്തായാലും പർവേഷ് വർമ്മയെ പോലെ ഒരു പ്രമുഖ വ്യക്തിത്വത്തെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ന്യൂഡൽഹി മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നു. മറ്റൊരു ശ്രദ്ധേയനായ സ്ഥാനാർത്ഥി വിജയേന്ദർ ഗുപ്തയാണ്. നിലവിൽ അദ്ദേഹം ഡൽഹി നിയമസഭയിലെ BJPയുടെ കക്ഷി നേതാവാണ്. രോഹിണി അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ നിന്നാണ് വീണ്ടും വിജയേന്ദർ ഗുപ്ത മത്സരിക്കുന്നത്. രമേശ് ബിദൂരി അദ്ദേഹം മുൻ MP ആണ്. അദ്ദേഹമാണ് കൽക്കാജി മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത്. രമേശ് ബിദൂരി മത്സരിക്കുന്നത് മുഖ്യമന്ത്രി അദീഷി മർലീനയ്ക്കെതിരെയാണ്. അദീഷി മർലീന കൽക്കാജിയിൽ മത്സരിക്കുന്നു. ഒപ്പം യൂത്ത് വനിതാ കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ അൽക്ക ലംബയാണ് ഈ കൽക്കാജിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അവിടേക്കാണ് രമേശ് ബിദൂരി എന്ന മുൻ MP-യെ നേരത്തെ പർവേഷ് വർമ്മയെ പോലെ തന്നെ ഡൽഹിയിൽ വളരെ സജീവമായി BJPയുടെ ഒരു മുഖമായി നിന്നിട്ടുള്ള ബിദൂരിയെ ഇപ്പോൾ കൽക്കാജിയിൽ മത്സരിപ്പിക്കുവാൻ BJP തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും 70 അംഗ നിയമസഭയിലേക്ക് ആദ്യഘട്ടത്തിൽ 29 പേരുടെ പട്ടിക മാത്രമാണ് ഇപ്പോൾ BJP പുറത്തിറക്കിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ 2ഉം 3ഉം പട്ടികകളായി മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി BJP ഉടൻ പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ദേശീയ നേതൃത്വം നൽകുന്ന സൂചന. രജനി, ശരി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. മന്ത്രി OR കേളുവിന്റെ പൈലറ്റ് വാഹനത്തിന് വഴി മാറ്റിക്കൊടുക്കാത്തതിന് താലൂക്ക് സർവേയർക്കും മകനുമെതിരെ കേസ്. കണ്ണൂർ കേളകത്തെ പ്രീത് വർഗീസ്, മകൻ അഫിൽ M പ്രീത് എന്നിവർക്കെതിരെയാണ് കേളകം പോലീസ് കേസെടുത്തത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം. വയനാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു മന്ത്രി OR കേളു. കേളകത്ത് നിന്ന് വയനാട്ടിലേക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ കാറിൽ പോവുകയായിരുന്നു പ്രീതും മകൻ അഫിലും. ഹോൺ അടിച്ചിട്ടും മന്ത്രിയുടെ വാഹനം കടത്തിവിട്ടില്ലെന്നാണ് കേസ്. മന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിന് അരികു കൊടുത്തില്ലെന്നും കുറുകെ നിർത്തി മാർഗതടസ്സം സൃഷ്ടിച്ചെന്നും കാറിൽ നിന്നിറങ്ങി ഭീഷണിപ്പെടുത്തിയെന്നും FIR-ൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളായ 126, 285, കേരള പോലീസ് നിയമത്തിലെ 117E എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം വീതി കുറഞ്ഞ ചുരം റോഡിലൂടെ കടന്നു പോകുമ്പോൾ എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വന്നതിനാൽ പൈലറ്റ് വാഹനത്തിന് മറികടന്നു പോകാൻ സാധിക്കാത്തതായിരുന്നു പ്രശ്നമെന്നാണ് വരുന്ന വിശദീകരണം. മാത്രമല്ല, വീതി കുറഞ്ഞ ചുരം റോഡിൽ വാഹനങ്ങൾക്ക് വഴിമാറിക്കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഗതാഗത കുരുക്കും പതിവാണ്. ജനം, കണ്ണൂർ. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ സാമ്പത്തിക ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കും. ബത്തേരി അർബൻ ബാങ്കിലെ നിയമന കോഴയും അന്വേഷണ പരിധിയിലുണ്ട്. അതേസമയം പോലീസ് വിവിധ ബാങ്കുകളിൽ പരിശോധന നടത്തി. ബാങ്കുകളിൽ NM വിജയന് 1 കോടി രൂപയോളം സാമ്പത്തിക ബാധ്യതയുണ്ടെന്ന പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2 ബാങ്കുകൾ മാത്രം പരിശോധിച്ചപ്പോഴാണ് 1 കോടി രൂപയോളം ബാധ്യത കണ്ടെത്തുന്നത്. തുടർന്നാണ് വിജിലൻസ് വിഷയം ഏറ്റെടുക്കുന്നത്. വിജയന് എങ്ങനെ ഇത്രത്തോളം സാമ്പത്തിക ബാധ്യതകൾ വന്നു, എവിടെ നിന്നൊക്കെയാണ് വിജയന് പണം എത്തിയിരിക്കുന്നത് എന്നതടക്കം അന്വേഷണ പരിധിയിൽ വരും. മാത്രമല്ല, ബത്തേരി അർബൻ ബാങ്കിലെ കോഴ വിഷയവും അന്വേഷണ പരിധിയിലുണ്ട്. മകന് 3 ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ജോലി വാഗ്ദാനം ചെയ്ത പിതാവിൽ നിന്നും 30 ലക്ഷം വാങ്ങിയ കരാർ രേഖ അടക്കം പുറത്തു വന്നിരുന്നു. DCC ട്രഷറർ NM വിജയൻ, MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പേരുകൾ രേഖകളിൽ വ്യക്തമാണ്. ഇതുപോലെ നിരവധി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. വിഷയം പുറത്തു വന്നപ്പോൾ ഇടപാടുകൾ NM വിജയന്റെ തലയിൽ കെട്ടിവെക്കുകയും ഇതാണ് ആത്മഹത്യക്ക് കാരണമെന്നും ആരോപണമുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച BJPയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. MLA IC ബാലകൃഷ്ണൻ രാജിവെച്ച അന്വേഷണത്തെ നേരിടണമെന്നാണ് പ്രധാന ആവശ്യം. ജനം, വയനാട്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് രാവിലെ 10:15 വിധി പറയുക.
പോസ്റ്റ്മോർട്ടം ശരിയായ രീതിയിലല്ല നടത്തിയതെന്നായിരുന്നു ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. കൂടാതെ കൊലപാതക സംശയവും ഉന്നയിച്ചിരുന്നു. എന്നാൽ കൊലപാതക സംശയമടക്കം അന്വേഷണ പരിധിയിലുണ്ടെന്ന് സർക്കാരും അറിയിച്ചു. അതേസമയം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ CBI അന്വേഷണം ആവശ്യമുള്ളൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്തിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രശ്നോത്തരി മത്സരത്തിലെ വിജയികൾക്ക് ഡൽഹിയിൽ പൗരസ്വീകരണം നൽകുന്നതിനായി ആലോചനാ യോഗം ചേർന്നു. നെഹ്റു യുവകേന്ദ്രയും ഗ്ലോബൽ ഗിവേഴ്സ് ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന ക്വിസ് മത്സരത്തിന്റെ 4ാം സീസണാണ് പൂർത്തിയാക്കിയത്. ഡൽഹി കേരള ഹൌസിൽ ചേർന്ന യോഗത്തിൽ മുൻ കേന്ദ്രമന്ത്രിമാരായ V. മുരളീധരൻ, അൽഫോൺസ് കണ്ണന്താനം, നേതാക്കളായ അനൂപ് ആന്റണി, ബാബു പണിക്കർ എന്നിവരെ കൂടാതെ വിവിധ മലയാളി സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു. മൻ കി ബാത്തിന്റെ 100ാം എപ്പിസോഡിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് പ്രശ്നോത്തരി മത്സരത്തിന്റെ ആദ്യ സീസൺ ആരംഭിച്ചതെന്ന് V. മുരളീധരൻ ചടങ്ങിൽ പറഞ്ഞു. 100th എപ്പിസോഡായപ്പോൾ പ്രധാനമന്ത്രി ഒരു ആഹ്വാനം ചെയ്തു, ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് ഇന്നോവേഷൻസ് എങ്ങനെ ഇതിനെ പോപ്പുലറൈസ് ചെയ്യാം എന്ന് വന്നപ്പോഴാണ് ഈ ഐഡിയ തുടങ്ങിയത്. 100th എപ്പിസോഡിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാർച്ച് മാസത്തിലോ ഒറ്റായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇത് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് ഇൻഡിപെൻഡൻസ് ഡേയോടുകൂടി. അപ്പൊ ഈ തവണ സീസൺ 4 മൻ കി ബാത്ത് സീസൺ 4 എന്നുള്ള നിലയിൽ ഇപ്പൊ അതിന്റെ പ്രിലിമിനറീസ് മുഴുവൻ കഴിഞ്ഞു. കേരളത്തിൽ ഏതാണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകൾ, ഹയർ സെക്കൻഡറി കോളേജുകൾ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. കനത്ത മൂടൽമഞ്ഞ് റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ തുടങ്ങി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. ഹിമാലയൻ മേഖലയിൽ കനത്ത മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നതിനാൽ വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. ഉയർന്ന താപനില പരമാവധി 15 ഡിഗ്രി വരെ മാത്രമേ ഉയരൂ എന്നാണ് റിപ്പോർട്ട്. ജമ്മു കശ്മീർ ഉൾപ്പെടെ ഉയർന്ന മേഖലയിൽ -ഡിഗ്രിയിലാണ് താപനില. വിനോദസഞ്ചാരികളോടും തീർത്ഥാടകരോടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ പരിശോധിച്ച് ജാഗ്രത പാലിക്കാനും രാത്രിയാത്ര ഒഴിവാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കനത്ത മൂടൽമഞ്ഞിൽ കാഴ്ചപരിധി കുറഞ്ഞത് റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തെ ബാധിച്ചു. നിരവധി വിമാന സർവീസുകൾ സമയക്രമത്തിൽ മാറ്റം വരുത്തി. ട്രെയിനുകളും വൈകിയാണ് സർവീസ് നടത്തുന്നത്. തണുപ്പിനും മൂടൽമഞ്ഞിനുമൊപ്പം ഡൽഹിയിൽ വായു മലിനീകരണവും രൂക്ഷമാണ്. വായു ഗുണനിലവാര സൂചിക മോശം അവസ്ഥയിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ജനം, ഡൽഹി. കലോത്സവ വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കുമാണ് പോകുന്നത്. തിരുവനന്തപുരം. മനസ്സ് നിറഞ്ഞ വെള്ളാർമലയിലെ ഉണ്ണിമാഷ്. ഇനിയും ഈ പിന്തുണ ഒപ്പം വേണമെന്ന് ദുരന്തത്തെ അതിജീവിച്ച കുഞ്ഞുങ്ങളും. വയനാട് ദുരന്തത്തിന്റെ സ്വന്തം അനുഭവകഥ ആടിപ്പറഞ്ഞ നൃത്താവിഷ്കാരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അതിജീവനത്തിന്റെ പുതിയ പാഠമായി. മിഥുനയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ വെള്ളാർമല സ്കൂളിന്റെ ചരിത്രവും അതുപോലെ തന്നെ അവർക്ക് സംഭവിച്ച എല്ലാ വിഷയങ്ങളും അവർ തന്നെ അവതരിപ്പിച്ച് അവരുടെ അതിജീവനത്തിന്റെ കാഴ്ചയെല്ലാം കണ്ടു. പക്ഷേ കുട്ടികൾ ആടിത്തിമിർത്തിരിക്കുകയാണ്. ആ സങ്കടത്തെയെല്ലാം ചുവട് തെറ്റാതെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇത് കരുത്താവട്ടെ അവർക്ക്, ഇവർക്ക് മാത്രമല്ല എല്ലാ മക്കൾക്കും, ലോകത്തിലുള്ള എല്ലാ മക്കൾക്കും ഇതൊരു കരുത്താവട്ടെ. ഈ കുട്ടികളിങ്ങനെ നിറഞ്ഞാടുമ്പോൾ മാഷിനെ ഞാൻ കാണുമായിരുന്നു, താഴെ നിന്ന് സാഗൂത നിരീക്ഷിക്കുകയായിരുന്നു. അതെ, മനസ്സ് നിറഞ്ഞു. ആ സങ്കടമൊക്കെ മാറിയിലുള്ള ഒരു സങ്കടം. അവർ ചിരിക്കണം, അതാണ് അവർ സന്തോഷിക്കണം, അതാണ് ഞങ്ങളുടെ സന്തോഷം. ആ കുട്ടികളിലേക്ക് നമുക്ക് പോകാം എന്ന് കരുതുന്നു. ഇങ്ങനെ സ്വന്തം കഥ നിങ്ങൾ തന്നെ കളിച്ചു വരുമ്പോൾ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളുടെ കഥ ഞങ്ങളിവിടെ എല്ലാവരും, ലോകത്തുള്ള ജനങ്ങളുടെ എല്ലാവരും മുമ്പിൽ ഞങ്ങൾക്ക് അത് അവതരിപ്പിക്കാൻ ഒരു നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു നേരത്തെ ഇന്നലെ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കഥകൾ പറയുമ്പോൾ വിഷമമുണ്ടെങ്കിലും ഞങ്ങൾ ആ വിഷമം മാറുകയാണ്, ഡാൻസ് കളിക്കുമ്പോൾ നൃത്തം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ സങ്കടം മാറുകയാണെന്ന്. ഇപ്പോൾ ഇത്രയും ജനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പിൽ, എന്താണ് എല്ലാവരും അങ്ങനെയായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ, ഇവരെല്ലാവരും ഞാൻ കൈകൂട്ടി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾ കളിച്ചിട്ട് ഞങ്ങൾ എഫേർട്ട് എടുത്തിട്ട് ഫുള്ള് നല്ല അടിപൊളിയായി കളിച്ചിട്ടുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നു. നല്ല ഹാപ്പിയാണ് കളിച്ചതിൽ.
മോളെ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു മോളെ ഇത്രയും ആളുകൾക്ക് മുമ്പിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ അവതരിപ്പിച്ചപ്പോൾ? ഒന്നും പറയാനല്ല, എന്താ അറിയില്ല, എന്തോ സംഭവം കിട്ടിയ പോലെ ഞങ്ങൾക്ക് അവരെ മുന്നിൽ ഞങ്ങൾ കളിച്ചപ്പോ ഞങ്ങളെ കൂടെ ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ കുറെ കൂട്ടുകാരെ ഇല്ലായിരുന്നു, ആ കൂട്ടുകാർ ഇപ്പൊ ഈ നിമിഷം ഓർക്കുന്നു? അവരുണ്ടെങ്കിൽ ഹാപ്പി ആയേനെ. ഞങ്ങൾ ഏറ്റവും കൂടുതലും ഞങ്ങൾ സ്റ്റേജ് കളിച്ചപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് അവരെയാണ്, കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ആയേനെ. ദുരിത പർവ്വത്തിൽ നിന്ന് അവർ കരകയറിയിരിക്കുകയാണ്. ഈ ആബാലവൃദ്ധം ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവർ അവരുടെ സ്വന്തം കഥ അതിമനോഹരമായി തന്നെ ആവിഷ്കരിച്ചു കഴിഞ്ഞു. ആ ആവിഷ്കാരം കണ്ട്, ഈ അതിജീവനത്തിന്റെ കഥ കണ്ട് ഇതൊരു പാഠമാണെന്ന് ഓരോരുത്തരും ഓർക്കുന്നുണ്ട്. അവർക്കൊപ്പം ആ പിന്തുണ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ദുരന്തത്തിന്റെ കാലഘട്ടത്തിൽ, ആ ദുരിതത്തിന്റെ സമയത്തിൽ കേരളമൊട്ടാകെ ഒപ്പം നിന്ന ആ ഒരു ഐക്യപ്പെടലുണ്ടല്ലോ, ആ ഐക്യപ്പെടൽ ഇപ്പോഴും ഈ നൃത്തം കഴിഞ്ഞും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഈ കുട്ടികൾ നമ്മോട് പറഞ്ഞത്. ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ആ കുഞ്ഞു വാക്കുകൾ നമ്മോടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും അതിജീവനത്തിന്റെ പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് വെള്ളാർമല GVHSSലെ ഈ കുട്ടികൾ. ക്യാമറമാൻ ഗോപനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം, തിരുവനന്തപുരം. എന്തായാലും 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചിരി വിടരുന്നത് ഈ അതിജീവനത്തിൻ്റെ നൃത്തച്ചൂടുകൾക്ക് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇവർക്ക് എപ്പോഴും ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പഴയിടത്തിൻ്റെ അടുക്കള ഒരുങ്ങിക്കഴിഞ്ഞു. രാവിലെ പുട്ടും കടലയോടും കൂടിയാണ് പ്രഭാത ഭക്ഷണം ആരംഭിച്ചത്. പഴയിടത്തിൻ്റെ സ്പെഷ്യൽ പാലടയാണ് ഇന്നത്തെ സദ്യയിലെ താരം. പഴയിടം മോഹനൻ നമ്പൂതിരി ജനൻ TVയോടൊപ്പം ചേർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. കലവറയിലെ വിശേഷങ്ങൾ പറയുമ്പോൾ ആദ്യം പറയുന്നത് പഴയിടം മോഹനൻ നമ്പൂതിരിയെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇന്നെന്താണ് ഏറ്റവും സ്പെഷ്യലായിട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ വിശേഷം എന്താണ് കലവറയിൽ നിന്നും പങ്കുവെക്കാനുള്ളത്? ഇന്ന് കലവറയിൽ രാവിലെ പുട്ടും കടലയുമായിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി. ഏതാണ്ട് 5000-ഓളം കുട്ടികളെ പ്രതീക്ഷിച്ച സ്ഥലത്ത് ഇപ്പോൾ 7000-ന് മുകളിൽ 8000-ഓളം കുട്ടികൾ കഴിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് നമ്മൾ പാലട പ്രഥമനും കൂട്ടിയുള്ള 10 കൂട്ടം 11 കൂട്ടം വിഭവങ്ങളോട് കൂടിയ സദ്യയാണ് കൊടുക്കണം. അത് വൈകുന്നേരമൊക്കെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ദിവസം കഴിഞ്ഞു, പിന്നെ കിട്ടുന്നൊക്കെ ബോണസാണ് നമുക്ക് കൊടുക്കും. അത് ഒരു എന്താ റൂട്ടീൻ ഡിന്നർ എന്നൊക്കെ പറഞ്ഞല്ലോ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഒരു കറി കണ്ടായിരുന്നു, ഒരു റെഡ് കളറിൽ പച്ചടി, ഒരു ചുവന്ന കളറിൽ പൈനാപ്പിൾ പച്ചടി. സാധാരണ നമ്മൾ ഒരു മഞ്ഞ കളറിലൊക്കെയാണ് കാണുന്നത്. എന്താ അതിന്റെ ഗുട്ടൻസ്? അത് ചേട്ടൻ പറയുന്നത് പഞ്ചസാര ചേർത്തോണ്ടെന്ന് പറയുന്നത്. കളറിന്റെ കോമ്പിനേഷനെ കുറിച്ചും പാചകത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ചും പബ്ലിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക തന്നെയാണ്. അതെ അതെ അതെ. അപ്പൊ ഈ നാളത്തേക്ക് അങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ നാളത്തെ ഞങ്ങൾ തീരുമാനിക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ എന്തായാലും സ്പെഷ്യൽ പായസങ്ങൾ ഈ 12 ദിവസം കാണോ? 12 ദിവസം 5 ദിവസം 5 ദിവസങ്ങളിൽ പായസം ഉണ്ടാവും. അത് സ്പെഷ്യൽ ആണോ ഇല്ലയോ എന്നുള്ള കഴിക്കുന്നവർ തീരുമാനിക്കട്ടെ. എങ്ങനെയാണ്? വ്യത്യസ്തമായ പായസമായിരിക്കും. എല്ലാ ദിവസത്തെയും ആഹാരങ്ങളും വ്യത്യസ്തമായിരിക്കും. ഒരു കാര്യം കൂടെ, ഇപ്പൊ ഇവിടെ പോലീസ് സുരക്ഷ ഉണ്ടോ നമുക്ക് കലവറയില്? ഇവിടെ എന്തിനു സുരക്ഷ? ഇവിടെ ജനകീയമാണ് ഈ കലോത്സവം. അതുകൊണ്ട് എല്ലാ ആൾക്കാരും വരുന്നു പോകുന്നു. നമ്മളുടെ ഇവരിലൊരു വിശ്വാസം നമുക്കുണ്ട്. പക്ഷേ ചെറിയ രീതിക്ക് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഇല്ല സാറേ, തീർച്ചയായും. പാചകക്കാരുടെ കുറച്ച് കലാകാരന്മാരൊക്കെ ഉണ്ട്, അത് അറിഞ്ഞോ? മുഴുവൻ പാചകം എന്ന് പറയുന്നതിന് ഒരു കലയാണ്. അപ്പൊ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം കലാകാരന്മാർ തന്നെ. കുറച്ച് പാട്ടൊക്കെ പാടുത്തുന്നായിരുന്നു ഇവരൊക്കെ. അതൊക്കെ ചെയ്തു തരും, ഒക്കെ ചെയ്തു തരും. വളരെ സന്തോഷത്തോടെയാണ്. താങ്ക് യു. ഓക്കെ, വളരെ തൃപ്തിയോട് കൂടിയായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 4 ദിവസവും സ്പെഷ്യൽ പായസമൊക്കെ കാണും. 4 ദിവസവും കലവറ സജീവമായിരിക്കും. ക്യാമറമാൻ വിവേക് നിയമത്തോടൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ സിഖ് ഫോർ ജസ്റ്റിസ് ഭീകര സംഘടനയുടെ നിരോധനം 5 വർഷം നീട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം UAPA ട്രിബ്യൂണൽ ശരിവെച്ചു. കഴിഞ്ഞ ജൂലൈയിലാണ് ആഭ്യന്തര മന്ത്രാലയം നിരോധനം നീട്ടിയത്. ഖലിസ്ഥാൻ ഭീകര സംഘടനകളുമായും പാക് ചാര സംഘടനയുമായും സിഖ് ഫോർ ജസ്റ്റിസിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. രാജ്യത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗുർപവൻ സിംഗ് പന്നുവിന്റെ സിഖ് ഫോർ ജസ്റ്റിസ് ഭീകര സംഘടനയെ 2024 ജൂലൈയിൽ കേന്ദ്ര സർക്കാർ വീണ്ടും 5 വർഷത്തേക്ക് നിരോധിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് അനൂപ് കുമാർ മെൻഡിരട്ടയുടെ നേതൃത്വത്തിലുള്ള UAPA ട്രൈബ്യൂണൽ ശരിവെച്ചു. യുവാക്കളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യൽ, ആയുധക്കടത്ത്, അനധികൃത സാമ്പത്തിക സമാഹരണം, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ വധഭീഷണി തുടങ്ങി
ഗുരുതര കുറ്റകൃത്യങ്ങൾ കേന്ദ്ര സർക്കാർ സംഘടനയ്ക്കെതിരെയുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്നാണ് ട്രൈബ്യൂണലിന്റെ കണ്ടെത്തൽ. സിഖ് ഫോർ ജസ്റ്റിസിന് ഖാലിസ്ഥാൻ ഭീകര സംഘടനയുമായും പാക് ചാര സംഘടനയായ ISIയുമായും ബന്ധമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2019 ജൂലൈയിലാണ് സിഖ് ഫോർ ജസ്റ്റിസിനെ കേന്ദ്ര സർക്കാർ രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ആദ്യമായി നിരോധിക്കുന്നത്. കാനഡ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലൂടെ ഭാരതത്തിൽ കലാപമുണ്ടാക്കാൻ സിഖ് ഫോർ ജസ്റ്റിസ് ശ്രമിച്ചതിന്റെ റിപ്പോർട്ടുകളും അടുത്തിടെ പുറത്തുവന്നിരുന്നു. ജനം, ഡൽഹി. മുനമ്പത്തെ വഖഫ് അധിനിവേശ പ്രദേശം സന്ദർശിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ. വഖഫ് അവകാശവാദം ഉന്നയിക്കപ്പെട്ട ഭൂമി സാധാരണക്കാരായവർ താമസിക്കുന്ന ഇടമെന്ന കമ്മീഷൻ. വഖഫ് ബോർഡിന്റെ മറുപടി കൂടി ലഭിച്ചതിനു ശേഷം ഹിയറിംഗ് നടത്തുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ പ്രതികരിച്ചു. രാവിലെ 10 മണിയോടെയാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുനമ്പത്തെ തർക്കപ്രദേശത്തെത്തിയത്. പെരുമ്പാവൂരിൽ തെങ്ങ് കടപുഴകി വീണ 5 വയസ്സുകാരന് ദാരുണാന്ത്യം. അസം സ്വദേശി മുഹമ്മദിന്റെ മകൻ അമീനാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. കുട്ടിയെ ഉടൻ തന്നെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.